ഫ്രണ്ട്സ് ചേരാം, സ്നേഹം പങ്കുവെക്കാം, അറിവിൻ മധുരം പകരാൻ മുന്നേറാം. മത്തുമ നൽകിയ പ്രേഷിത ചൈതന്യത്തിനാളം ഉജ്ജ്വലിപ്പിക്കാൻ മിഷനെ അറിയാം, മിഷണറിയാകാം, മിഷനെ സ്നേഹിക്കാം, മിഷണറിയാകാം, മിഷനെ അറിയാം, മിഷണറിയാകാം, മിഷനെ സ്നേഹിക്കാം, മിഷണറിയാകാം. മിഷനെ അറിയാൻ, മിഷനെ സ്നേഹിക്കാൻ, മിഷണറിയാകാൻ. സഭയുടെ പ്രേക്ഷിത അവബോധന പ്രവർത്തനങ്ങൾക്ക് സെയിന്റ് തോമസ് മിഷണറി സൊസൈറ്റിയുടെ ഏറ്റവും പുതിയ സംഭാവന സെയിന്റ് തോമസ് മിഷണറി സൊസൈറ്റിയുടെ മാധ്യമ വിഭാഗമായ സാൻഡോ മീഡിയയും ഷാലോം ടെലിവിഷനും ചേർന്നൊരുക്കുന്ന ദി അൾട്ടിമേറ്റ് എന്റർടൈൻമെന്റ് മിഷൻ ക്വിസ് ഓൺ വീൽസ്. സാൻഡോ മിഷൻ ക്വിസ് ടൂർണമെന്റിലേക്ക് ഏവർക്കും സ്വാഗതം. അവശേഷിക്കുന്ന ഒരു പാർട്ടിസിപ്പന്റും സമ്മാനങ്ങളുമായി MSTയുടെ പ്രേക്ഷിത വാഹിനി ഇന്ന് എത്തിയിരിക്കുന്നത് ഏത് രൂപതയിലാണ്? താമരശ്ശേരി രൂപതയിലെ ഏത് ഫൊറോനയിലാണ്? അതെ, നമ്മുടെ താമരശ്ശേരി രൂപതയിലൂടെയുള്ള പ്രേക്ഷിത വാഹിനിയുടെ സഞ്ചാരം ഇന്ന് തിരുവമ്പാടി ഫൊറോനയിലെ വേനപ്പാറ തിരുക്കുടുംബ ദേവാലയത്തിലാണ് എത്തി നിൽക്കുന്നത്. ഇത്രയും ഊർജ്ജസ്വലരായ ഓഡിയൻസിന് മുന്നിലാണ് നമ്മൾ ഇന്ന് നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അവസാനത്തെ അവശേഷിക്കുന്ന ആ ഒരു പാർട്ടിസിപ്പന്റിനെ നമുക്ക് വിളിച്ചാലോ? നല്ലൊരു കയ്യടിയോട് കൂടി തന്നെ നമുക്ക് അലൻജയെ സ്വാഗതം ചെയ്യാം. വെൽക്കം. അലൻജ, എന്തോ റെഡി അല്ലേ? റെഡി. പ്രേക്ഷിത വാഹിനി കയറി എല്ലാത്തിനും ഉത്തരം പറഞ്ഞ് സമ്മാനം മേടിച്ചു പോവാനല്ലേ വന്നേക്കുന്നേ? പോകണം. അങ്ങനെയാണെങ്കിൽ ഒട്ടും താമസിക്കണ്ട, അലന്റെ ആരാണ് എന്നുള്ളതിന്റെ ഒരു ഏകദേശ ധാരണ നമ്മുടെ ഓഡിയൻസിന് കൊടുക്കാൻ വേണ്ടി ഒരു പ്രൊഫൈൽ ആയാലോ? അലന്റെ ഒരു പ്രൊഫൈൽ നമുക്ക് കാണാം. ഹായ്, എൻ്റെ പേര് അലൻഡ ജോബിൻസ് എന്നാണ്. ഞാൻ താമരശ്ശേരി രൂപതയിലെ തിരുവമ്പാടി ഫൊറോന എന്നുള്ളതാണ്. എൻ്റെ വീട് ഇവിടെ ഒറ്റപ്പോൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ എൻ്റെ ഹോബി എന്ന് പറയുന്നത് ദൈവം തന്ന പ്രകൃതിയെ ഇങ്ങനെ നിരീക്ഷിക്കുകയും അതിലുള്ള ചെടികളും ഇതൊക്കെ ഇങ്ങനെ പരിപാലിക്കുകയൊക്കെയാണ് എനിക്കിഷ്ടം. പിന്നെ വായിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങ് ഇവിടെ താമസിക്കുകയില്ലേ? യൂദയായിൽ വെച്ച് എന്നെ തിരിച്ചറിഞ്ഞിരുന്ന ആ വയോധികൻ ചോദിച്ചു. ഇല്ല, ഞങ്ങൾക്ക് പോകണം. തീർച്ചയാണോ? കുറച്ചു നേരം കൂടി അങ്ങ് ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നെങ്കിലെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും താമസിക്കാനുള്ള സൗകര്യം ഈ ഗ്രാമത്തിലുണ്ട്. അയാൾ കെഞ്ചി. ഖേദമുണ്ട് സ്നേഹിത, പക്ഷെ ഞങ്ങൾ പോകേണ്ടതുണ്ട്. കാരണം മറ്റു ചിലർക്കും സാന്നിധ്യവും സഹായവും ആവശ്യമാണ്. ഞാൻ പ്രതികരിച്ചു. പ്രധാനമായിട്ട് ഞാൻ വിശുദ്ധന്മാരുടെ ജീവചരിത്രങ്ങളാണ് കൂടുതലായിട്ടും വായിക്കുക. അതുവഴി എനിക്ക് ഈശോയോടും കൂടുതൽ അടുക്കുവാനും അവരുടെ ജീവിതചരിത്രം വഴി കൂടുതൽ വിശുദ്ധിയിൽ ജീവിക്കാനൊക്കെ എനിക്ക് സഹായിക്കുന്നുണ്ട്. പിന്നെ എൻ്റെ ഇടവക അവിടെ തിരുവമ്പാടി സേക്രഡ് ഹാർട്ട് ഫൊറോന ചർച്ച് ആണ്. എൻ്റെ ഇടവക ദേവാലയത്തിൽ പോകുന്നത് വഴി എനിക്ക് കൂടുതൽ ഈശോയോട് അടുക്കുവാനും അവിടുത്തെ അച്ഛന്മാരുടെയും സിസ്റ്റേഴ്സിൻ്റെ ഒക്കെ പ്രചോദനത്താൽ നന്നായിട്ട് നല്ല വിശുദ്ധി ജീവിക്കാനും അവർ സഹായിക്കുന്നുണ്ട്. അലൻജയുടെ പ്രൊഫൈല് നമ്മൾ കണ്ടു. പ്രകൃതിയെ ഒത്തിരി ഇഷ്ടമുള്ള ആളാണ്. അതുപോലെ തന്നെ വിശുദ്ധരെയും ഈശോയെ കുറിച്ചൊക്കെ ഒത്തിരി വായിക്കാനും ഇഷ്ടപ്പെടുന്ന ഒരു മിടുക്കിയാണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. നമുക്ക് പക്ഷെ കുറേ കാര്യങ്ങൾ ഇനിയും അറിയാനുണ്ട്. അതൊക്കെ നമുക്ക് ക്വിസിന്റെ ഇടയ്ക്ക് ഓരോ റൗണ്ട് കഴിയുമ്പോഴും ചോദിച്ചറിയാം. പ്രേക്ഷിത വാഹനത്തിൽ കയറിയാലോ? കയറാം. എന്തോ റൂൾസ് എല്ലാം അറിയാം. ചോദ്യങ്ങൾക്കൊക്കെ കൃത്യമായ ഉത്തരം പറയാനായിട്ടാണ് വന്നു നിൽക്കുന്നതെന്ന് ഞങ്ങൾക്കും അറിയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് നേരെ റൗണ്ടുകളിലേക്ക് പോയാലോ? പോകാം. ഏത് റൗണ്ടാണ് ആദ്യം അലൻഡ് ചൂസ് ചെയ്യുന്നത്? മാർഗം റൗണ്ട്. വിശുദ്ധരെ പരിചയപ്പെടുത്തുന്ന റൗണ്ടാണ് മാർഗം റൗണ്ട്. ഈ റൗണ്ടിൽ 2 വിശുദ്ധരെയായിരിക്കും സ്ക്രീനിൽ കാണിക്കുക. ഏതൊക്കെയാണ് ആ 2 വിശുദ്ധരെന്ന് നമുക്ക് നോക്കാം. വിശുദ്ധ മദർ തെരേസ, വിശുദ്ധ ലാസർ ദേവസഹായം. ആരെയാണ് അലൻഡയ്ക്ക് കൂടുതൽ ഇഷ്ടം? വിശുദ്ധ ലാസർ ദേവസഹായം. അങ്ങനെയാണെങ്കിൽ വിശുദ്ധ ലാസർ ദേവസഹായത്തെ തന്നെയാണ് ഓപ്റ്റ് ചെയ്യുന്നതും? അതെ.
വരുന്ന ചോദ്യത്തിന് എന്തായാലും ആൻസർ പറയാൻ പറ്റുമായിരിക്കും അല്ലേ? പ്രതീക്ഷിക്കാം. നമുക്ക് ചോദ്യം നോക്കാം. വിശുദ്ധ ലാസർ ദൈവസഹായത്തിന്റെ മാതാപിതാക്കന്മാരുടെ പേര് എന്ത്? വസുദേവൻ നമ്പൂതിരിയും ഭാർഗവി അമ്മാളും. ഉറപ്പാണ്? ഉറപ്പാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആൻസർ ചെക്ക് ചെയ്താലോ? ചെക്ക് ചെയ്യാം. ആൻസർ ചെക്ക് ചെയ്യാം. വാസുദേവൻ നമ്പൂതിരി, ദേവകി അമ്മാൾ. ഉത്തരം ശരിയാണ്. നല്ലൊരു കയ്യടി കൊടുത്തേ. ഈ റൗണ്ടിൽ ഒരൊറ്റ ചോദ്യമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ചോദ്യം കറക്റ്റ് ആക്കിയിട്ടുണ്ട്. സമ്മാനവും നേടിയിട്ടുണ്ട്. സമ്മാനം കൊടുക്കാം നമുക്ക്. പുസ്തകങ്ങളൊക്കെ വായിക്കാൻ ഇഷ്ടമുള്ള ആളാന്ന് പറഞ്ഞില്ലേ? അതെ. ഏതൊക്കെ പുസ്തകങ്ങളാണ് വായിച്ചാൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത്? വായിച്ചാൽ എനിക്ക് എപ്പോഴും ഓർമ്മയിൽ നിൽക്കുന്നത് വിശുദ്ധ കൊച്ചുത്രേസ്യൻ്റെ നവമാലിക എന്ന് പറഞ്ഞൊരു ബുക്കാണ്. അതിൽ കൊച്ചുത്രേസ്യ വിശുദ്ധിയിൽ വളരാൻ വേണ്ടി ചെയ്ത കുറേ കാര്യങ്ങളൊക്കെ എപ്പോഴും ഭയങ്കര ഇൻഫ്ലുവൻസിങ് ആണ്. ബുക്കൊക്കെ നല്ല രീതിയിൽ വായിക്കുന്നുള്ളതിന് തെളിവ് തന്നെയായിരുന്നു. നമ്മൾ ദൈവസഹായത്തെ പറ്റി ചോദിച്ചപ്പോൾ നമുക്ക് ചെറുതാണേലും നല്ല രീതിയിലൊരു ഡിസ്ക്രിപ്ഷനാണ് തന്നത്. അപ്പോൾ ഒത്തിരി ബുക്കുകൾ വായിക്കുന്ന ഈ കുട്ടിക്ക് നമ്മൾ ഇനിയും ചോദ്യങ്ങൾ ചോദിക്കും, ഇനിയും ഉത്തരം പറയാൻ ഞങ്ങൾക്ക് ഉറപ്പാണ്. പക്ഷെ നമുക്ക് ഈ സമയത്ത് ചെറിയൊരു പാട്ട് കേട്ടാലോ? എല്ലാവരോടും കുഞ്ഞു മക്കളുടെ പാട്ട് കേൾക്കാനായിട്ട് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമല്ലേ? അല്ലേ? എല്ലാവരും തലയാട്ടുന്നുണ്ട്. ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാവർക്കും തന്നെ എന്തായാലും ഇഷ്ടമായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു പാട്ട് കേട്ടാലോ? മിറാക്ലിയറും ആൻഡ് ശ്രേയമാണ് നമുക്ക് മുന്നിലേക്ക് ഒരു മനോഹരമായിട്ടുള്ള പാട്ടായിട്ട് വരാൻ പോകുന്നത്. നല്ല കയ്യടി കൊടുത്തേ. നസറീത്തിൻ നാട്ടിലെ പാവനി മേരി മാതേ, ഏശയ്യാ വെൺമൊഴി ഭൂമിയിൽ മാറിപ്പൂവായി, വെൺമാലാക നിന്നാമം വാഴ്ത്തി, കന്യാവന ശാന്തിയിൽ കാലമൊരുണിപ്പൂവായി, മാർത്തേ പാരിതൻ പെറ്റമ്മ കണ്ണേ, ഓ നീയായി നമ്പരം താണ്ടുന്നോളെ മാറിയേ, നസറീത്തിൻ നാട്ടിലെ പാവനി മേരി മാതേ, സിയോനിൻ നാഥനു പാതയായി മാറുന്നോളെ, വെൺമാലാകായി നിന്നാമം വാഴ്ത്തി, കന്യാവന ശാന്തിയിൽ കാലമൊരുണിപ്പൂവായി, മാർത്തേ പാരിതൻ പെറ്റമ്മ കണ്ണേ, ഓ നീരായി നൊമ്പരം താണ്ടുന്നോളെ മാറിയേ. കുഞ്ഞു മക്കളുടെ പാട്ട് കേൾക്കുമ്പോൾ മനസ്സിനൊരു ഉന്മേഷമാണല്ലേ? അലന്തയുടെ മനസ്സിനൊന്ന് കൂളാക്കിയില്ലേ? കൂളായി. അങ്ങനെയാണെങ്കിൽ ഇനി 3 റൗണ്ട് അവശേഷിക്കുമ്പോൾ ഏത് റൗണ്ടാണ് അടുത്തതായിട്ട് അലൻഡ ചൂസ് ചെയ്യുന്നത്? ജെറുസലേം. സഭാ ചരിത്രത്തെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള റൗണ്ടാണ് ജെറുസലേം റൗണ്ട്. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനും ഡയറക്റ്റ് ക്വസ്റ്റ്യനുമാണ് ഈ റൗണ്ടിൽ അലൻഡയെ കാത്തിരിക്കുന്നത്. ചോദ്യം കണ്ടാലോ? കാണാം. സീറോ മലബാർ സഭ ഏത് സഭാ വിഭാഗത്തിൽ പെടുന്നു? 4 ഓപ്ഷൻസ് ആണുള്ളത്. പാത്രിയാർക്കിയോസ്, മേജർ ആർക്കി എപ്പിസ്കോപ്പൽ, ലത്തീൻ എപ്പിസ്കോപ്പൽ. മേജർ ആർക്കി എപ്പിസ്കോപ്പൽ. സീറോ മലബാർ സഭ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ വിഭാഗത്തിലാണോ പെടുന്നത്? ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എന്നാൽ വിശ്വാസം രക്ഷിക്കട്ടെ അല്ലേ? എന്ന് നമുക്ക് നോക്കിയാലോ? ആൻസർ ചെക്ക് ചെയ്യാം. കൺഗ്രാറ്റുലേഷൻസ്, ഉത്തരം ശരിയാണ്. ഈ റൗണ്ടിലെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യന് കറക്റ്റായിട്ട് ആൻസർ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ബാക്കി നിൽക്കുകയാണ്. നമുക്ക് ആ ക്വസ്റ്റ്യൻ നോക്കാം. ഭാരതത്തിൽ എത്ര റീത്തുകളുണ്ട്? ഏതെല്ലാം? ഭാരതത്തിൽ 3 റീത്തുകളുണ്ട്. സീറോ മലബാർ, സീറോ മലങ്കര, ലത്തീന്. ഉറപ്പാണ്? ഉറപ്പാണ്. ആ ഉത്തരം പറയുന്നത് കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകും, അറിയാം പറഞ്ഞത് ശരിയാണ് എന്നുള്ളത്. എന്നാൽ നമുക്കൊരു പേരിന് ആൻസർ ചെക്ക് ചെയ്താലോ? ചെക്ക് ചെയ്യാം. ആൻസർ ചെക്ക് ചെയ്യാം. 3 റീത്തുകളാണ് ഭാരതത്തിലുള്ളത്. സീറോ മലബാർ, സീറോ മലങ്കര, ലത്തീൻ. പറഞ്ഞ ഉത്തരം ശരിയാണ്. ഓഡിയൻസ് നല്ലൊരു കൈയടി കൊടുത്തേ.
അങ്ങനെ അലൻ്റെ ചൂസ് ചെയ്ത രണ്ടാമത്തെ റൗണ്ടിലെ 2 ചോദ്യങ്ങളും കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ സമ്മാനം നമുക്ക് കൊടുക്കാം. ഈ 2 റൗണ്ട് അലൻ്റെ കഴിഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്തൊരാഗ്രഹം ഓഡിയൻസിന് സമ്മാനം മേടിക്കാൻ ഒരു അവസരം തരണം എന്ന്. ഒരു കാര്യം ചെയ്യാം, സിനുവിൻ്റെ ആഗ്രഹം പോലെ തന്നെ നമ്മുടെ ഓഡിയൻസിന് ഒരു ക്വസ്റ്റ്യൻ കൊടുക്കാം. ആ ക്വസ്റ്റ്യൻ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവരും കൈപൊക്കും, സമ്മാനങ്ങൾക്ക് വേണ്ടി ഓടി വരും. എനിക്കത് ഉറപ്പാണ്. ആ ചോദ്യം അങ്ങ് ചോദിച്ചു കൊടുത്തു. ചോദ്യം ഇതാണ്: മാർ ജേക്കബ് തൂങ്കുഴി പിതാവ് താമരശ്ശേരി രൂപതയുടെ 2ാമത്തെ മെത്രാനായി സ്ഥാനമേറ്റത് എന്ന്. എവിടെ? ആദ്യം പൊക്കി, ഒരാൾ പൊക്കിയിട്ടുണ്ട്. നമുക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം. നല്ലൊരു കൈയ്യടി കൊടുത്തേ. ആയിരത്തി 1995. 1995 എന്നാ പറഞ്ഞിരിക്കുന്നത്. വേറെ ആൻസർ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ചോദിക്കേണ്ട ആവശ്യമില്ല, കാരണം ആൻസർ കറക്റ്റ് ആണ്. 1995 ജൂൺ 6. കൈയടിക്ക്. നമുക്കിനി 2 റൗണ്ടും ഒരു ജനറൽ ക്വസ്റ്റ്യനും ബാക്കിയുണ്ട്. അടുത്തതായിട്ട് ഏത് റൗണ്ടാണ് ചൂസ് ചെയ്യുന്നത്? അഡ്ജൻഡസ്. തോമസ് ലിഹായും മിഷനെയും കുറിച്ചുള്ള റൗണ്ടാണ് അഡ്ജൻഡസ് റൗണ്ട്. ഈ റൗണ്ടിൽ 2 ഓപ്ഷൻസ് ഉണ്ടാകും: സെന്റ് തോമസ്, മിഷൻ. സെന്റ് തോമസ് എന്ന ഓപ്ഷനാണ് ഓപ്റ്റ് ചെയ്യുന്നതെങ്കിൽ ആദ്യത്തെ ചോദ്യം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിരിക്കും. തുടർന്ന് വരുന്ന മിഷനെ കുറിച്ചുള്ള ചോദ്യം ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും. അഥവാ മിഷൻ ആണ് ആദ്യം ഓപ്റ്റ് ചെയ്യുന്നതെങ്കിൽ ആദ്യത്തെ ചോദ്യം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിരിക്കും. തുടർന്ന് വരുന്ന സെന്റ് തോമസിനെ കുറിച്ചുള്ള ചോദ്യം ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും. മനസ്സിലായില്ലേ? ഏതാണ് ആദ്യം ഓപ്റ്റ് ചെയ്യുന്നത്? മിഷൻ. മിഷനാണ് അലൻ്റെ ഓപ്റ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ചോദ്യം നോക്കാം. സീറോ മലബാർ മിഷൻ ഞായർ എന്ന് 4 ഓപ്ഷൻസ് ആണുള്ളത്. ക്രിസ്തുമസ് കഴിഞ്ഞു വരുന്ന ഞായറാഴ്ച, ഒക്ടോബർ 18, ജൂലൈ 3, ദനഹ കഴിഞ്ഞു വരുന്ന ആദ്യ ഞായർ. ഉത്തരം ദനഹ കഴിഞ്ഞു വരുന്ന ആദ്യ ഞായറാഴ്ച. ഉറപ്പാണ്? ഉറപ്പാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആൻസർ ചെക്ക് ചെയ്യാം. ദനഹ കഴിഞ്ഞു വരുന്ന ആദ്യ ഞായർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഉത്തരം ശരിയാണ്. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ടുണ്ട്, പക്ഷെ സെന്റ് തോമസിനെ കുറിച്ചുള്ള ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ബാക്കിയുണ്ട്. നമുക്ക് ആ ചോദ്യം കൂടി നോക്കാം. തോമസ് ലിഹായുടെ ജന്മസ്ഥലം എവിടെയാണ്? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. തോമസ് ലിഹായുടെ ജന്മസ്ഥലം എവിടെയാണ്? ഗലീലി. ഒരു സംശയം ഉണ്ടെന്ന് തോന്നുന്നു. ഗലീലിയാണോ? പാലസ്തീനയിലെ ഗലീലി എന്ന പ്രദേശത്ത്. ഉറപ്പാണ്? സംശയമുണ്ട്. സംശയമുണ്ട്. ആൻസർ ചെക്ക് ചെയ്യണോ? ചെക്ക് ചെയ്യാം. പാലസ്തീനയിലെ ഗലീലിയാണ് പറഞ്ഞിട്ടുള്ളത്. സംശയമുണ്ട്. നമുക്ക് ആൻസർ ചെക്ക് ചെയ്യാം. പാലസ്തീനയിലെ ഗലീലി. ഉത്തരം ശരിയാണ്. ഈ റൗണ്ടിൽ 2 ചോദ്യങ്ങൾക്കും കൃത്യമായി ഉത്തരം പറഞ്ഞിട്ട് സമ്മാനാർഹയായിട്ടുണ്ട്. സമ്മാനം വേണോ? വേണം. അങ്ങനെയാണെങ്കിൽ സമ്മാനം കൊടുത്തേക്കല്ലേ? നമ്മൾ ആദ്യം 2 മിടുക്കി കുട്ടികളുടെ പാട്ട് കേട്ടില്ലേ? എനിക്കപ്പോൾ ഒരു പാട്ട് കൂടെ കേട്ടാലോ എന്നൊരാഗ്രഹം. ആ ആഗ്രഹം ഞാനും സാധിച്ചു തരാം. നമുക്ക് നല്ലൊരു ഗാനം ആലപിക്കാനായിട്ട് കക്കാടംപൊയിൽ സെയിന്റ് മേരീസ് ചർച്ചിലെ അനു ഇവിടെ എത്തിയിട്ടുണ്ട്. വളരെ സ്നേഹത്തോടെ നല്ല കയ്യടിയോടുകൂടി തന്നെ നമുക്ക് സ്വാഗതം ചെയ്യാം.
മാറ്റണമേ തന്നദാനങ്ങളെ. ഹൃദയം ഒരു കനലാ എരിയും നേരമിന്നിൽ. നിറയോ സ്നേഹമേ നീ മനസ്സിൽ കുളിർമഴയാ. ഈ ലോക ജീവിതയാത്രയിൽ കരമേകി കരുതുന്നവൻ. ഹൃദയം തകർന്ന വേളയിലും അലിവോടെ കാത്തവൻ നീ. പതറില്ല ഞാനിനിമേൽ, പരിപാലകൻ നീയല്ലോ. കരുതുന്ന നന്മയോർത്താൽ എനിക്കില്ല ഏകുവാനൊന്നും. നാഥാ, നീ എന്നിൽ കനിവോടെ നന്മകളേകൂ. ഇനിമേൽ ഞാനെന്നും നിന്നെ സ്തുതിക്കും. ഹൃദയം ഒരു കനലാ എരിയും നേരമിന്നിൽ. നിറയോ സ്നേഹമേ നീ മനസ്സിൽ കുളിർമഴയാ. ആനിവോടെ നീ കൃപ ചെയ്യണമേ നിൻ സ്നേഹമനുഭവിപ്പാൻ. ബലിവേദിയായി നീ മാറ്റണമേ എൻ ഹൃദയം എന്നും. കുരിശിന്റെ ഹൃദയത്തിൽ നീറ്റ നൊമ്പരങ്ങൾ എനിക്കായി എന്നറിയുന്നു. നിൻ സ്നേഹമാണെന്നും. നാഥാ, നീ എന്നിൽ അലിവോടെ വന്നിറങ്ങൂ. ഇനിമേൽ ഞാനെന്നും നിൻ സ്നേഹം പകർന്നിടും. ഹൃദയം ഒരു കനലാ എരിയും നേരമിന്നിൽ. നിറയോ സ്നേഹമേ നീ മനസ്സിൽ കുളിർമഴയാ. എൻ ജീവനിൽ സാന്ത്വനമായി വന്ന കാരുണ്യമേ.
ശിഷ്യനായ ജെറിക്കോയാണ് അലണ്ടക്കിനി ബാക്കി നിൽക്കുന്നത്. ഒരു വീഡിയോ സ്ക്രീനിൽ പ്ലേ ചെയ്യും. വളരെ ശ്രദ്ധാപൂർവം ആ വീഡിയോയിൽ പറയുന്ന ഓരോ കാര്യങ്ങളും കുറിച്ചെടുക്കുക. ഈ വീഡിയോയിൽ നിന്നായിരിക്കും അലണ്ടയ്ക്കുള്ള ചോദ്യങ്ങൾ വരാനായിട്ട് പോകുന്നത്. ലോകമെങ്ങും പോയി സകല ജനപദങ്ങളെയും ശിഷ്യപ്പെടുത്തി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവരെ സ്നാനപ്പെടുത്തുവാൻ എന്നുള്ള നമ്മുടെ കർത്താവിൻ്റെ ആ കൽപ്പന ഇന്ന് ജീവിക്കുന്ന ക്രിസ്തു ശിഷ്യന്മാരായ നമുക്കും സാർത്ഥകമാണ്. ഞാൻ പഠിപ്പിച്ചിട്ടുള്ളവയെല്ലാം അവരെ പഠിപ്പിക്കുവാനെന്നും കർത്താവ് പറയുന്നുണ്ട്. ഈ ദൗത്യമാണ് പ്രേക്ഷിത പ്രവർത്തനത്തിലൂടെ സഭ നിർവഹിക്കുന്നത്. പ്രേക്ഷിത പ്രവർത്തനത്തെ കർത്താവിൻ്റെ കൽപ്പന ആയിട്ട് മാത്രം അനുസരിക്കുകയല്ല, ആ കൽപ്പനയെ സ്വന്തമായ ഒരു ഉത്തരവാദിത്വമായി മനസ്സിലാക്കുകയാണ് നാം ചെയ്യേണ്ടത്. അങ്ങനെ സ്വന്തമായ ഒരു ഉത്തരവാദിത്വ ബോധത്തിൽ നിന്ന് വരുന്ന തീക്ഷ്ണതയാണ് ഓരോ മിഷനറിയുടെയും ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കേണ്ടത്. കുറേ കാര്യങ്ങളൊക്കെ എഴുതിയെടുക്കുന്നുണ്ടായല്ലോ, എല്ലാം മനസ്സിലായോ? കുറച്ചൊക്കെ മനസ്സിലായിട്ടുണ്ട്. ചിലപ്പോൾ മനസ്സിലായ കാര്യങ്ങളിൽ നിന്നും ചോദ്യത്തിനുള്ള ഉത്തരം പറയാൻ പറ്റുമായിരിക്കും, അല്ലേ? ശ്രമിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചോദ്യം കണ്ടാലോ? കാണാം. കർദിനാൾമാർ ജോർജ് ആലഞ്ചേരി പിതാവിന്റെ സന്ദേശം അനുസരിച്ച് കർത്താവിന്റെ ഏത് കൽപ്പനയാണ് ക്രിസ്തു ശിഷ്യരായ നമ്മുടെ ജീവിതത്തിൽ സാർത്ഥകമാകേണ്ടത്? ഞാൻ പഠിപ്പിച്ചിട്ടുള്ളത് അവരെ പഠിപ്പിക്കുവിൻ എന്ന കൽപ്പന. ആണോ? ഉറപ്പാണ്? ആണെന്ന് തോന്നുന്നു. വേറെ എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനോ ഉണ്ടോ അതിൽ? ഞാൻ അത്രയും നോട്ട് ചെയ്തുള്ളൂ. അത്രയും നോട്ട് ചെയ്യാൻ പറ്റിയുള്ളൂ. നമുക്ക് ആൻസർ ചെക്ക് ചെയ്താലോ? നിങ്ങൾ ലോകമെങ്ങും പോയി സകല ജനങ്ങളെയും ശിഷ്യപ്പെടുത്തി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനപ്പെടുത്തുക എന്ന കൽപ്പനയാണ് ക്രിസ്തു ശിഷ്യരായ നമ്മുടെ ജീവിതത്തിൽ സാർത്ഥകമാകേണ്ടത് എന്നായിരുന്നു ആ വീഡിയോയിൽ പറഞ്ഞത്. ഈ ഒരു പോയിന്റ് അലണ്ട പറഞ്ഞില്ലായിരുന്നു. ഇല്ല. അപ്പോൾ എന്താ ചെയ്യാ? നമുക്ക് ഈ റൗണ്ടിൽ നമുക്ക് സമ്മാനം ഇല്ല. വിഷമമുണ്ടോ? സ്റ്റാർട്ടിങ് കേട്ടില്ലായിരുന്നു. സ്റ്റാർട്ടിങ് ശ്രദ്ധിക്കാൻ പറ്റിയില്ല. സാരില്ല. കഴിഞ്ഞ 3 റൗണ്ടിൽ നമ്മൾ സമ്മാനങ്ങളൊക്കെ മേടിച്ചു. ഒരു റൗണ്ടിൽ ചെറുതായിട്ട് തെറ്റിപ്പോയി. ഈ റൗണ്ടിൽ സമ്മാനം ഇല്ലെന്നേ ഉള്ളൂ. കുഴപ്പമില്ല. ഇല്ല. കണ്ണും കാതും കൂർപ്പിച്ചിരിക്കേണ്ട ഒരു റൗണ്ടാണ് നമ്മുടെ ജെറിക്കോ റൗണ്ട്. അവസരങ്ങൾ എപ്പോഴും നമുക്ക് 2ാം പ്രാവശ്യം വരില്ല. അപ്പോൾ കിട്ടുന്ന അവസരം ആദ്യമേ തുടങ്ങി ശ്രദ്ധിക്കുക എന്നുള്ളൊരു സന്ദേശമാണ് നമ്മുടെ ജെറിക്കോ റൗണ്ടിൽ നമുക്ക് ലഭിക്കുന്നത്. സാരമില്ല, നമുക്ക് ഇനി ഒരു ജനറൽ ക്വസ്റ്റ്യൻ കൂടെ ബാക്കി നിൽക്കുന്നുണ്ട്. നമുക്ക് ആ സമയത്ത് നമ്മുടെ ഓഡിയൻസിന് ഒരു ക്വസ്റ്റ്യൻ കൊടുക്കാം. ഓഡിയൻസ്, നിങ്ങൾ റെഡിയല്ലേ? നിങ്ങൾക്കുള്ള ആ 2ാമത്തെ ചോദ്യം ഇതാണ്. ചോദ്യം ഇതാണ്: താമരശ്ശേരി രൂപത ഏതൊക്കെ ജില്ലകളിലായാണ് വ്യാപിച്ച് കിടക്കുന്നത്? ഇവിടെ ആദ്യം ഒരാൾ കൈപൊക്കി. എന്ത് ചെയ്യണം? കുറേ പേര് കൈപൊക്കി. ആർക്ക് കൊടുക്കണം? ആദ്യം കൈപൊക്കിയാണ് വിളിച്ചാലോ? നല്ലൊരു കൈയടി കൊടുത്തേ. മലപ്പുറം, കോഴിക്കോട്. കൈപൊക്കിയവര് കറക്റ്റ് ആണോ? എല്ലാവരും തലയാട്ടുന്നുണ്ട്. ആൻസർ കറക്റ്റ് ആണ്. കോഴിക്കോട്, മലപ്പുറം. കൈയടിക്ക്. സമ്മാനം വേണ്ടേ? സമ്മാനം വേണം. സമ്മാനത്തിന് വേണ്ടിയാണ് ആദ്യമേ കൈപൊക്കി ഓടിപ്പോകുന്നത്. അപ്പൊ ആ സമ്മാനം കൊടുക്കാം. റൗണ്ട് കഴിഞ്ഞു. ഇനി ജനറൽ ക്വസ്റ്റ്യൻ ബാക്കിയുണ്ട്. റെഡിയല്ലേ ആ ചോദ്യത്തിന്? റെഡിയാണ്. ചോദിച്ചോട്ടെ. ചോദ്യം ഇതാണ്: 1995 ജൂലൈ 28 തിരുവമ്പാടി ഇടവക താമരശ്ശേരി രൂപതയ്ക്ക് സമ്മാനമായി നൽകിയത് എന്തായിരുന്നു? മാർ ജേക്കബ് തൂങ്ങഴി പിതാവിന്റെ സ്ഥാനാരോഹണം. ചാടി പറഞ്ഞു. ആൻസർ കറക്റ്റ് ആയിരിക്കോ? ആയിരിക്കണം. ആൻസർ കറക്റ്റ് ആണ്. രൂപതയുടെ 2ാമത്തെ അധ്യക്ഷൻ മാർ ജേക്കബ് തൂങ്കുഴി അന്ന് തിരുവമ്പാടി ദേവാലയത്തിൽ വെച്ചാണ് സ്ഥാനാരോഹണം ചെയ്യപ്പെട്ടത്. ആൻസർ കറക്റ്റ് ആണ്. കൈയടിച്ചേ. എത്ര വലിയ കാര്യമുള്ളേ! നമ്മുടെ വളർന്നു വരുന്ന ചെറു തലമുറ തന്നെ നമ്മുടെ ഇടവകയുടെ ചരിത്രം, രൂപതയുടെ ചരിത്രം എല്ലാം നന്നായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. അഭിമാനാർഹമാണ്, താരമാണ്. നമുക്കൊരു കാര്യം ചെയ്താലോ? ആ സമ്മാനങ്ങളെല്ലാമായിട്ട് പ്രേക്ഷിതവാഹിനിയിൽ നിന്ന് ഇറങ്ങിക്കോളൂ. അലണ്ടയ്ക്ക് മെമൻറ്റോ ഉണ്ടാവില്ല, പക്ഷേ പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റും ഗിഫ്റ്റ് ബാഗും ലഭിക്കുന്നതാണ്. അലണ്ടയുടെ കൂടെ ഈ സമയം ഈ സമ്മാനങ്ങളൊക്കെ കൂടെ കൊണ്ടുപോകാനായിട്ട് അലണ്ടയുടെ വീട്ടിൽ നിന്ന് വന്നിട്ടുള്ള അലണ്ടയുടെ അമ്മയെ കൂടെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്.
നമ്മുടെ 4 പാർട്ടിസിപ്പൻസും അവസാനത്തെ പാർട്ടിസിപ്പൻറ്റും നിറയെ സമ്മാനങ്ങളായിട്ട് തന്നെയാണ് നമ്മുടെ MSTയുടെ പ്രേക്ഷിത വാഹിനിയിൽ നിന്ന് പോയിരിക്കുന്നത്. നമ്മുടെ ഇന്നത്തെ ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാനും സമയമായി. അങ്ങനെ നമ്മളുടെ 4 പാർട്ടിസിപ്പൻസിൻ്റെയും എല്ലാ ഗംഭീര പ്രകടനങ്ങളും അവസാനിച്ചു പോകുമ്പോൾ നിങ്ങളെല്ലാവരും മനസ്സിൽ കുറിച്ചിടേണ്ട ചില കാര്യങ്ങളുണ്ട്. ദൈവത്തെയും മനുഷ്യരെയും ഒരേപോലെ കുറ്റപ്പെടുത്താവുന്ന ഒത്തിരി സംഭവങ്ങൾ പരിശുദ്ധ ദൈവമാതാവിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അവയെല്ലാം പരിശുദ്ധ ദൈവമാതാവ് തൻ്റെ മനസ്സിൽ സംഗ്രഹിക്കുകയാണ് ചെയ്തത്. തിന്മയായി തൻ്റെ മനസ്സിലോ വാക്കിലോ നോക്കിലോ പ്രവൃത്തിയിലോ ഒന്നും തന്നെ മാതാവ് സൂക്ഷിച്ച് വച്ചിട്ടില്ല. നമ്മുടെ ജീവിതവും ഇതുപോലെ തന്നെയാകണം. പാപം ചെയ്യാതെ നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതം എത്ര ആനന്ദകരമായിരിക്കും. മനുഷ്യൻ എന്ന നിലയിൽ അസാധ്യമായതെല്ലാം അമ്മ എന്ന നിലയിൽ അവൾ സാധ്യമാക്കി. നമ്മുടെ ജീവിതത്തിലെ എല്ലാ മലിനതയും നീക്കി ജീവിതം നിർമ്മലമാക്കാനായി അമ്മയോട് പ്രാർത്ഥിക്കാം. മിഷനെ അറിയാൻ, മിഷനെ സ്നേഹിക്കാൻ, മിഷനറിയാകാൻ. സാൻഡോ മിഷൻ ക്രിസ്റ്റേമെന്റ്. This is Sinu. This is Likita. Signing off. Thank you. പ്രേക്ഷിതവാഹിനി വന്നിര പുതിയതൂതുമായി യേശുവിൻ സാക്ഷികളായി തീരാൻ ഉണരു യുവതയെ നീ. ഒന്നിച്ചൊന്ന ചേരാം, സ്നേഹം പങ്കുവെക്കാം, അറിവിൻ മധുരം പകരാൻ മുന്നേറാം. മത്തുമ നൽകിയ പ്രേക്ഷിത ചൈതന്യത്തിനാളമുജ്വലിപ്പിക്കാൻ മിഷൻ